1896 സെമിനാരിയിൽ ചേർന്നത്. കാത്തിരുന്നു ഇടവക ജനം ഒരു പുരോഹിതനെ കിട്ടാൻ. ഒപ്പം 2 നൂറ്റാണ്ടിലേറെയായുള്ള മണിയങ്ങാട്ട് കുടുംബത്തിന്റെ കാത്തിരിപ്പും. തികഞ്ഞ ഭക്തിയുള്ള, വിനയവും എളിമയുമുള്ള മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു മണിയങ്ങാട്ട് മത്തായി എന്ന് ചരിത്രരേഖകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ ചങ്ങനാശ്ശേരി വികാരിയത്തിനു വേണ്ടി തിരുപ്പട്ടം, അതും വികാരി അപ്പസ്തോലിക്ക മാർ മത്തായി മാക്കിൽ മെത്രാനിൽ നിന്നും. അനുഗ്രഹ നിമിഷങ്ങളായിരുന്നു ചങ്ങനാശ്ശേരി രൂപതയ്ക്കും കൊഴുവനാലിനും, അതിലുപരി മണിയങ്ങാട്ട് കുടുംബത്തിനും. വലിയ ആഘോഷങ്ങളോടെയായിരുന്നു പിറ്റേ ദിവസം കൊഴുവനാൽ പള്ളിയിൽ കത്തനാരുടെ പ്രഥമ ദിവ്യബലി അർപ്പണം. അതായത് 1910 ഡിസംബർ 30 28ാം ജന്മദിനത്തിൽ. തീണ്ടലും തൊടിയിലും അയിത്തവും നാട്ടിൽ അതിപ്രചാരമുണ്ടായിരുന്ന കാലമായിരുന്നു അത്. ക്രൈസ്തവരെയും അത് നന്നായി ബാധിച്ചിരുന്നു. നോമ്പുകാലത്ത് കീഴ്ജാതിക്കാർ സ്പർശിച്ചാൽ നോമ്പ് നഷ്ടപ്പെടുമെന്ന വിശ്വാസമാണ് അച്ഛനെ ഏറ്റവും അധികം വേദനിപ്പിച്ചത്. ഇതിനെതിരെയുള്ള പോരാട്ടം പുരോഹിതനാകും മുമ്പേ ഉണ്ടായിരുന്നു മത്തായി കത്തനാർക്ക്. ഹൈന്ദവ മതത്തിൽ ഉണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റം, ജാതി വർണ്ണ വ്യവസ്ഥ അപ്പാടെ ക്രൈസ്തവ മതത്തിലായിരുന്നുവെങ്കിലും ക്രൈസ്തവർ ഏറ്റവും ഉയർന്ന വിഭാഗമായിട്ട് ജീവിച്ചിരുന്നതുകൊണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആരെങ്കിലുമായിട്ട് സമ്പർക്കം എന്ന് പറഞ്ഞാൽ സ്പർശനമോ അല്ലെങ്കിൽ അവർ വീടുകളിൽ കയറി വീടിനുള്ളിൽ വരികയോ ചെയ്താൽ നോമ്പ് നോറ്റിരുന്നവരുടെ നോമ്പ് മുറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അതില്ല മുറിഞ്ഞിരുന്നു എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ വീണ്ടും വൈദിക മേലധ്യക്ഷൻ്റെ അടുത്ത് ചെന്ന് ചില ശുദ്ധീകരണ കർമ്മങ്ങൾ നിർവഹിച്ചാൽ മാത്രമേ വീണ്ടും ആ നോമ്പ് തുടരാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ കാനോനകൾ പറയുന്നുണ്ട്. അത് ശരിയല്ലാത്ത സിസ്റ്റമാണ് എന്നാണ് കാനോനകൾ വ്യക്തമാക്കുന്നത്. അത് നടപ്പിലാക്കരുത് എന്നുമാണ്, അത്തരം സിസ്റ്റം നടപ്പിലാകരുത് എന്നുകൂടിയാണ് കാനോന പഠിപ്പിക്കുന്നത്. അക്കാലത്ത് കീഴ്ജാതിക്കാരെ പള്ളികളിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. പള്ളികളിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളവരിലും ഉണ്ടായിരുന്നു വേർതിരിവുകൾ. മിക്ക ഇടവകകളിലും പ്രമാണിമാർക്കരിക്കാൻ പ്രത്യേക കസേരകൾ വരെ ഉണ്ടായിരുന്നു. വലിയ സമൂഹത്തിൽ വലിയ സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തവർക്ക് പള്ളിയിൽ തന്നെ ചില പള്ളികളിൽ പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. ചിലർ പള്ളിക്കകത്ത് മുൻപിൽ ഒരു പ്രത്യേക കസേരയിൽ, അല്ലെങ്കിൽ ചിലർ സങ്കീർത്തിയിൽ തന്നെ, അല്ലെങ്കിൽ മദ്ബഹയോട് ചേർന്ന് തന്നെ പ്രത്യേക കസേരകൾ ഇരിക്കുമായിരുന്നു. അങ്ങനെ അധികം പേര് കാണത്തില്ല. ചിലപ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ രണ്ട് പേരോ മാത്രം അങ്ങനെ കസേരകളിൽ ഇരുന്നിരുന്നു. ഈ തിന്മയ്ക്കെതിരെ ശക്തമായി പോരാടി മത്തായി കത്തനാർ. ദൈവത്തിനു മുന്നിൽ ജാതി വ്യവസ്ഥയില്ല, സാമ്പത്തിക വേർതിരിവില്ല, എല്ലാവരും സമന്മാരെന്ന ചിന്തയാണ് അദ്ദേഹത്തിന്. വിളക്കുമാടം പള്ളിയിൽ കരപ്രമാണിക്കായുള്ള കസേരയെടുത്ത് പുറത്തെറിഞ്ഞാണ് വേർതിരിവിനെതിരെ അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോഴും ചിലർ ഓർത്തെടുക്കുന്നുണ്ട് ആ സംഭവം. തുടർന്ന് ഇതുവരെ പള്ളിയിൽ സമ്പന്ന ദരിദ്ര വേർതിരിവുണ്ടായിട്ടില്ല. ഇവിടെ വന്നത് എന്നാന്നും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പോയ കാര്യമൊക്കെ എനിക്കറിയാം. മുതലാളിമാർക്കെല്ലാം വിരോധമായിരുന്നു. വിരോധം വരാൻ കാരണം പള്ളിക്കകത്ത് സ്പെഷ്യലായിട്ട് 2 കസേര മുതലാളിമാർക്ക് ഇരിക്കാനായിട്ട് ഇട്ടു. അത് അച്ഛനെടുത്ത് കളഞ്ഞു. പള്ളിക്കകത്ത് സ്പെഷ്യലൊന്നും വേണമെന്ന് പറഞ്ഞു. അന്ന് മുതൽ അവർക്ക് പിണക്കമായി. അസമത്വങ്ങൾക്കെതിരെയുള്ള ഈ പോരാട്ടം ജീവന് വരെ ഭീഷണിയായിട്ടുണ്ട്. ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെ അന്ത്യകുദാശ നൽകാൻ വിളിച്ചു വരുത്തിയതും, ഇതൊന്നും അറിയാതെ കത്തനാർ ബൈബിളുമായി രോഗിക്കടുത്തേക്ക് പോയതും, രോഗിയായി അഭിനയിച്ച് കൊല്ലാൻ കത്തിയുമായി കിടന്നയാൾ സ്ഥലത്തെത്തി പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മരിച്ചുപോയതുമായ സംഭവം ഇടവകയിലെ മുഴുവൻ ആളുകളെയും ദൈവഭക്തിയിലേക്ക് നയിച്ചു.
ഇന്ന് പാലാരൂപതയിൽ ഏറ്റവും ചൈതന്യമുള്ള പള്ളികളിലൊന്നായി വിളക്കുമാടം മാറിയതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടാണ്. പിന്നീടും പോരാട്ടങ്ങളുണ്ടായി. പള്ളിക്കൊരു കുഞ്ഞു മണിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് മാടി കഴിയാനായിട്ട് 900 രൂപ ഇടവക്കാരോട് പിരിച്ചു. എന്നിട്ടപ്പോൾ കൈകാരനെ ഏൽപ്പിച്ച മുതലാളിയോട് പറഞ്ഞു, "നിന്റെ ഭാഗ്യ പേട്ടുള്ളത് എടുത്ത് മണ്ണ് പണിയുക, മണ്ണ് മേടിക്കണമെന്ന് പറഞ്ഞു." അപ്പോൾ അവരിങ്ങൊന്ന് മേടിച്ചു. അങ്ങനെ ഇരുന്ന കുറേ നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ കാലമാറ്റം വന്നു. അച്ഛൻ ഇവിടുന്ന് പോകാൻ യാത്രയായി. അന്നേരം ഞാനുണ്ട്. ഞാൻ കഴിക്കാതൊന്നും നന്നായില്ല. എന്നാലും വലിയ ലോഹിതമായിരുന്നു, സ്നേഹമായിരുന്നു. അങ്ങനെ പോകാൻ നേരം പോയി. എല്ലാം അച്ഛൻ യാത്രയായി പോകാനായിട്ട് പോയപ്പോൾ പള്ളിയുടെ മിറ്റത്തിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ മടിയെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. അങ്ങനെ ഇരുന്ന വഴി അവസാനം തിരുമേനച്ചൻ വാഴുമ്പോൾ എന്ന് പറഞ്ഞ ചുമ്മാ സ്വലത്തെന്ന് പറഞ്ഞ കേട്ടോ. തിരുമേനച്ചൻ്റെ മുൻകൈ എടുത്ത് പള്ളി ഒന്നും ഉണ്ടാക്കാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നമുക്ക് മണിയങ്ങാണ്ട് വല്യച്ഛനെ അടയ്ക്കുന്നതിന് പോയി അച്ഛനെ അടുത്ത് ഓഫീസൊക്കെ ചൊല്ലി ഇവിടെ നമുക്കൊരു കുർബാനയും ചൊല്ലി ഈ അച്ഛനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പിന്നെ ഇത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കൈകാണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു. തിരുമേനച്ചൻ്റെ അന്നത്തെ പ്രസംഗം ഞാൻ ഓർക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. തിരുമേനച്ചൻ്റെ കണ്ണ് നിറഞ്ഞ സംസാരിച്ച് മണിയങ്ങാട്ട് അച്ഛനോടുള്ള വിധേയത്വം കാണിച്ചുകൊണ്ട് അന്നുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പള്ളിമണി അവിടെ നിന്ന് പൊക്കി എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇപ്പം പള്ളിമണി നല്ല കണ്ടീഷനായിട്ട് കിടക്കുക, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അച്ഛൻ്റെ പ്രയാസങ്ങൾ തീർത്തുകൊണ്ട് അച്ഛനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോയി. ഇപ്പോഴും മണി ഭംഗിയായിട്ട് ഓടുന്നുണ്ട്. കൊഴുവനാൽ, തോടനാൽ, ചെങ്ങളം, മൂഴൂർ, തലയോലപ്പറമ്പ്, എലിക്കുളം, പൈക, ഇളങ്ങൂയ്, പൈങ്കുളം, പങ്കട, വിളക്കുമാടം ഇടവകളിലാണ് മത്തായി കത്തനാർ സേവനം ചെയ്തത്. ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കുന്ന പുരോഹിതൻ, അന്തോനീസ് പുണ്യവാളനോട് കടുത്ത ഭക്തിയുള്ള ദാസൻ, മാതാവിന്റെ വിശ്വസ്തൻ. ഇങ്ങനെയൊക്കെയാണ് അന്നുള്ള ഇടവകക്കാർ കത്തനാരെ കണ്ടിരുന്നത്. ആത്മീയകാര്യങ്ങളിൽ നല്ല കർശനമായിരുന്നു. പള്ളിയിലൊക്കെ കുർബാനയുടെ സമയത്ത് നല്ല അച്ചടക്കമായിട്ടിരിക്കണമായിരുന്നു. വർത്തമാനമൊക്കെ പറയുന്ന പിള്ളേർക്കിട്ടൊക്കെ അടി കൊടുക്കുമായിരുന്നു. അച്ഛൻ ഇവിടെ പള്ളി വികാരിയായിരിക്കുന്ന കാലത്ത് ഞാൻ ആൾക്കാരന്മാരനായിരുന്നു. പക്ഷേ കുർബാനയ്ക്ക് കൂടാറില്ല. അത് സാധാരണ ഈ സുറിയാനി കുർബാനയായതുകൊണ്ട് ഈ പിന്നെ സാധാരണ ആൾക്കാരന്മാരായിട്ടുള്ളവരെ കുർബാനയ്ക്ക് കൂടാറില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ മറ്റ് കാര്യങ്ങളിലും ഈ നോയനയിലും ഒക്കെ ആയിട്ടാണ് ആൾക്കാരന്മാരായിട്ട് ഓരോ കാര്യങ്ങളിലും ഇടപെട്ടിരിക്കുന്നത്. കുമ്പസാരക്കൂട്ടിലൊക്കെ ഇരിക്കും. പിന്നെ അതായത് കുർബാനയുടെ സമയത്ത് പിന്നെ കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ വിജയമുണ്ട്. ചെങ്ങളം പള്ളിയിലെ ആദ്യ വികാരിയായിരുന്നു മത്തായി കത്തനാർ. അന്തോനീസ് പുണ്യവാളനോടുള്ള ഭക്തി അവിടെ പ്രചരിപ്പിച്ചതും അച്ഛനാണ്. അതായത് ഇന്ന് വലിയ തീർത്ഥാടന കേന്ദ്രമായെങ്കിൽ അതിന് പ്രധാന കാരണക്കാരൻ. നോവേനയിലൊക്കെ അച്ഛന് വളരെ താല്പര്യവും പിന്നെ രൂപക്കൂടിൻ്റെ അവിടെ വന്നാണ് സാധാരണ നോവേന നടത്തുന്നത്. അതെല്ലാം ചൊവ്വാഴ്ച കൊണ്ട് വരും. ആ കൂടെ ഞങ്ങളും സാധാരണയായിട്ടും പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നോവേനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. 4 നോവേനയുള്ളൂ. 4 3 എന്ന് ശ്രമിച്ചിട്ടുണ്ട്. പാലാരൂപതയിലെ ഏറ്റവും വലിയ തിരുനാളുകളിലൊന്നാണ് പൈക ജൂബിലി.
ഇത് തുടങ്ങിയത് 1935 മത്തായി കത്തനാരാണ്. പൈക കുരിശുപള്ളി എന്നുവരെയുണ്ടോ അന്നുവരെ ഇത് തുടരണമെന്ന കത്തനാരുടെ ആദ്യ പ്രസംഗം അതേപടി അനുസരിച്ചു പൈകക്കാർ. മാതാവിനോടുള്ള വിശ്വാസവും പ്രാർത്ഥനയും, അന്തോനീസ് പുണ്യവാളനോടുള്ള അടുപ്പം, സർവോപരി വിശുദ്ധ കുർബാനയോടും തിരുരഹസ്യങ്ങളോടുമുള്ള വിധേയത്വം, ഇതെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഇതൊക്കെ സഭയ്ക്കും ഇടവക ജനത്തിനും നൽകുന്നതോടൊപ്പം കുടുംബത്തിന് നൽകാനും അദ്ദേഹം മടിച്ചിരുന്നില്ല. ഇതിന്റെ ഫലമാണ് മണിയങ്ങാട്ട് കുടുംബത്തിന്റെ തുടർ കാലഘട്ടങ്ങളിലുണ്ടായ ദൈവവിളികൾ. മത്തായി കത്തനാർക്ക് ശേഷം പുരോഹിതരുടെ നീണ്ട നിരയാണ് മണിയങ്ങാട്ടുണ്ടായത്, കന്യാസ്ത്രീകളുടെയും. പല പള്ളികളിൽ ഇരുന്ന് വളരെയധികം നല്ല സേവനം ചെയ്തിട്ടുണ്ട്, നല്ല മാതൃക കാണിച്ചിട്ടുണ്ട് ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതിനുശേഷം നമ്മുടെ ലൂക്കാച്ചൻ വന്നല്ലോ. ഞാൻ ഒരു സ്കൂളിൽ പോയത് മുത്തോലി ഹൈസ്കൂളിലാണ്. അത് ഞാൻ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ തമ്പഴെ അച്ഛനുണ്ട്, പിന്നെ പാറയിൽ പിന്നെ ജോർജത്തിന് ഞങ്ങളൊരു ക്ലാസ്മേറ്റ്സാണ്, തമ്പഴച്ചൻ ക്ലാസ്മേറ്റ്സാണ്. പിന്നെ നമ്മുടെ വേറെ പിന്നെ പാറയിലെ പിന്നെ മരിച്ചുപോയ ജോർജ് അത് എൻ്റെ ക്ലാസ്മേറ്റാണ്. നമ്മൾ ഒരുപാട് അച്ഛന്മാരുണ്ടായിട്ടുണ്ട് ആദ്യ കാര്യങ്ങളിൽ തന്നെ, ഹൈസ്കൂൾ പഠനത്തിൽ തന്നെ. അതെല്ലാം പ്രയോജനം നമ്മുടെ വിലച്ചൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ആ മാതൃകയായിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇങ്ങനെയൊക്കെ എല്ലാം കേട്ട് എനിക്ക് നേരത്തെ തുടങ്ങിയ ആഗ്രഹം ഉണ്ടായിരുന്നു, വളർത്തി പോകണമെന്നുള്ള ആഗ്രഹം. അത് ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛൻ വന്നതൊക്കെ. പിന്നെ എന്നെ ചോദിച്ചൊന്നും ഓർക്കുന്നില്ല. അതേ ദൈവവിളി തന്നെ കൊഴുവനാൽ ഇടവകയിലും ഉണ്ടായി. ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും അധികം പുരോഹിതരുണ്ടായിരുന്നത് കൊഴുവനാൽ ഇടവകയിലാണ്. അതിൽ ഏറ്റവും അധികം മണിയങ്ങാട്ട് കുടുംബത്തും. മണിയങ്ങാട്ട് കുടുംബത്തിൽ തുടർച്ചയായിട്ട് വൈദികർ, ഇടമുറിയാതെ വൈദികർ ഉണ്ട് എന്ന് എനിക്കറിയാം. എൻ്റെ പഠനത്തിന് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇടമുറിയാതെ വൈദികർ ഒരു കുടുംബത്തിൽ നിലനിൽക്കുന്ന തന്നെ ആ കുടുംബത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന കാര്യമാണ്. കാരണം പഴയ കാലത്ത് വൈദികർ, പ്രത്യേകിച്ച് ഇടവക പട്ടക്കാർ, ഇന്നത്തെ ഉയർന്ന കുടുംബങ്ങളിൽ നിന്നായിരുന്നു. അതിപ്പോഴും തുടരുന്നത് ആ കുടുംബത്തിൻ്റെ മഹത്വം നിലനിൽക്കുന്നു. കുടുംബാംഗങ്ങളോടുള്ള ബന്ധം ദൃഢമായി സൂക്ഷിക്കാനും മത്തായി കത്തനാർ ഏറെ ശ്രമിച്ചിരുന്നു. എല്ലാ സൗകര്യം ഉള്ളപ്പോഴൊക്കെ എല്ലാ വീടുകളിലും വരുമായിരുന്നു അച്ഛൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളവിടെ പഴയ തോട്ടത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെങ്ങളത്തുനിന്നും നടന്നു വരുമായിരുന്നു, എല്ലാ വീട്ടിൽ കൂടെയും പോകുമായിരുന്നു. 9-10 വയസ്സുള്ളപ്പോൾ വല്യപ്പൻ്റെ കൂടെ വല്യപ്പൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു പള്ളിയിൽ. രാവിലെ കുർബാനയ്ക്ക് പോകും, കുർബാന പോകും. അവിടെ പോയി കുർബാനയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അച്ഛനെ കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞ് അവിടെ കയറി മോളി ഗേറ്റ്, അത് പഴയ പള്ളിയാണ്, ഈ പള്ളിയല്ല, പഴയ പള്ളിയുടെ തെക്കുവശത്തെ സ്റ്റെപ്പ് വഴി കയറി മുകളിൽ കയറി അവിടെ അതിനപ്പുറത്ത് ഒരു മുറിയിലാണ് അങ്ങനെ താമസിച്ചത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അച്ഛനെ കേൾക്കും, അയ്യോ ചേട്ടൻ വന്നോന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് കേൾക്കും, ഏത് ഞായറാഴ്ച ചെന്നാലും. കത്തനാർക്ക് 6 തലമുറ മുമ്പാണ് മണിയങ്ങാട്ട് കുടുംബം ഉടലെടുക്കുന്നത്. അതിന്റെ ചരിത്രം കണ്ടെത്താൻ അദ്ദേഹം നടത്തിയ ശ്രമം ചിന്തകൾക്കപ്പുറമാണ്. പിൻതലമുറക്കാർ അതിനെ ഭംഗിയായി എഴുതി ചിട്ടപ്പെടുത്തി പുസ്തകമാക്കി. കൃത്യമായ കുടുംബചരിത്രമുള്ളതും കൃത്യതയോടെ യോഗം നടക്കുന്നതുമായ എണ്ണം പറയാവുന്ന കുടുംബങ്ങളിലൊന്നാണ് മണിയങ്ങാട്ട് കുടുംബയോഗം. ഇതിന്റെ എല്ലാം പ്രചോദനം മണിയങ്ങാട്ട് മത്തായി കത്തനാരാണ്. കുറെ ചരിത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് പിൻകാലത്ത് അറിയാൻ കഴിഞ്ഞത്. പുള്ളി 68-ാമത്തെ വയസ്സിൽ മരിച്ചപ്പോൾ പിന്നീട് അതിൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പിന്നെ അടുത്ത തലമുറയിൽപ്പെട്ട ലൂക്കാച്ചന് ഇപ്പം പുള്ളിയും കുറേ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പകർപ്പ് അതുകൊണ്ടാണ് പിന്നീട് ചരിത്രം എഴുതിയത്. അതിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാക്കി, പല വീടുകളിലെല്ലാം കയറി ഇറങ്ങി പല സ്ഥലങ്ങളിലും പോയി
ആണ് ഇതെല്ലാം ഒന്ന് സംഘടിപ്പിച്ച് ഏതാണ്ട് 2-3 വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഇതൊന്ന് സംഘടിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. 1948 ഡിസംബർ 30-നാണ് ഈ ലോകത്തിലെ സേവനങ്ങളെല്ലാം പൂർത്തിയാക്കി മത്തായി അച്ഛൻ ദൈവത്തിനടുത്തേക്ക് മടങ്ങുന്നത്. കൊഴുവനാൽ പഴയ പള്ളിയിലായിരുന്നു സംസ്കാരം. പള്ളിക്കുള്ളിൽ അൽത്താരയ്ക്ക് താഴെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ അന്ത്യവിശ്രമത്തിനുള്ള അവസരമൊരുക്കി വിശ്വാസികൾ. മലരംഗ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മരിച്ചടക്കെ സംബന്ധിച്ച് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ വൈദികൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് നമ്മുടെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള അച്ഛൻ മരിക്കുമ്പോൾ ആ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണല്ലോ അത് നയിച്ചത്. അപ്പോൾ അത് നമ്മളെ പ്രചോദനപ്പെടുത്താൻ വളരെ ഉണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട് ആ കാര്യം. അത് വളരെ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അച്ഛനെ വല്ലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വന്ന് വീട്ടിൽ അവിടെ താമസിക്കുന്ന ഞങ്ങൾ ഏതാണേലും കാണും. ഞങ്ങൾ അടുത്ത വീടല്ലേ. ഒരു പ്രാവശ്യം പള്ളി വെച്ച് കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഞാൻ അടക്കിന് പോയപ്പോൾ അന്നത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ആ മരിച്ചടക്കിന് ഞാൻ ഭക്തിക്കഞ്ഞിയൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് മോരും എല്ലാം കൊണ്ട് കൊടുത്തതിനാണ് അവിടുന്ന്. പിന്നെ അങ്ങനെ നല്ല ആൾക്കൂട്ടമായിരുന്നു. പള്ളി ഇപ്പോൾ പുതുക്കി പണിതു. ഇപ്പോഴുള്ള പള്ളിയുടെ മധ്യഭാഗത്തായിട്ടാണ് മണിയങ്ങാട്ട് മത്തായി കത്തനാരുടെ വിശ്രമസ്ഥലം. യേശുവിന്റെ സാന്നിധ്യമുള്ളിടത്ത് അലിഞ്ഞില്ലാതായി ദൈവത്തിനടുത്തെത്തണമെന്ന ആ ദാസന്റെ ആഗ്രഹം അങ്ങനെ സഫലമായി. അനേകർക്ക് വിളക്കായ ദൈവത്തിന്റെ വിശ്വസ്തൻ, വിശ്വാസത്തിൽ എല്ലാവരുടെയും മാതൃക, മാതാവിന്റെ പ്രിയദാസൻ, അന്തോനീസ് പുണ്യവാളന്റെ അടുപ്പക്കാരൻ, സമൂഹത്തിലെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിച്ച നേതാവ്. ഇങ്ങനെ ഏത് പേരിട്ട് മത്തായി കത്തനാരെ വിളിച്ചാലും തെറ്റില്ല. കാരണം അദ്ദേഹം ഇതെല്ലാമായിരുന്നു. ഞാനും ഒരിടയനാണ്, യേശുവിന്റെ സഹായിയാണ് എന്ന് ലോകത്തെ കാണിച്ചു മടങ്ങിയ പുണ്യാത്മാവ്.